നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനെ തനിച്ചാക്കി കടന്നുകളഞ്ഞ പിതാവ്. തൃപ്പൂണിത്തുറ ഏരൂർ തൈക്കാട് ദേവീക്ഷേത്രത്തിന് സമീപം സുധീഷാണ് മകനെയും 26 നായ്ക്കളെയും വീട്ടിൽ ഉപേക്ഷിച്ചു പോയത്. നായ വളർത്തലായിരുന്നു സുധീഷിന്റെ തൊഴിൽ. 2.5 ദിവസം വീട്ടിൽ തനിച്ചു കഴിഞ്ഞിരുന്ന കുട്ടി പോലീസിനെ വിളിക്കുകയായിരുന്നു. നായകളെ അനധികൃതമായി വളർത്തിയതുമായി ബന്ധപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയതിനു പിന്നാലെ നിയമ നടപടി പേടിച്ചാണ് കടന്നു കളഞ്ഞത് എന്നാണ് സൂചന. പോലീസ് എത്തി കുട്ടിയെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് 4-ാം ക്ലാസ്സുകാരനായ കുട്ടി പോലീസിനെ വിവരമറിയിക്കുന്നത്. ഇതോടെയാണ് സുധീഷ് മകനെ തനിച്ചാക്കി പോയ വിവരം പുറം ലോകം അറിയുന്നതും. കഴിഞ്ഞ 6 മാസമായി ഏരൂർ തൈക്കാട് ദേവീക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സുധീഷും മകനും. 30,000 മുതൽ 50,000 രൂപ വരെ വിലയുള്ള 26 നായ്ക്കളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. നായകളെ വളർത്തുന്നതിനെതിരെ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയ ശേഷം നഗരസഭ ആരോഗ്യ വിഭാഗം നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നത്. ഇത്രയധികം നായ്ക്കളെ വളർത്തുന്നതിനും അതിനെ ബ്രീഡ് ചെയ്യുന്നതിനും ലൈസൻസ് വേണം. എന്നാൽ യാതൊരുവിധ ലൈസൻസും ഇല്ലാതെയാണ് സുധീഷ് നായ്ക്കളെ വളർത്തിയിരുന്നത്. നായ്ക്കളെ വളർത്തുന്നതിനെ തുടർന്ന് രൂക്ഷഗന്ധം ഉണ്ടായിരുന്നതിനാൽ നാട്ടുകാർ ഇയാളോട് പരാതിപ്പെട്ടിരുന്നു. എന്നിട്ടും മാറ്റമില്ലാതായതോടെയാണ് നാട്ടുകാർ നഗരസഭയ്ക്ക് പരാതി നൽകിയത്. തുടർന്നാണ് പരിശോധന നടത്തിയ ശേഷം നായ്ക്കളെ 7 ദിവസത്തിനകം ഇവിടെ നിന്ന് മാറ്റണമെന്ന് നോട്ടീസ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് 4-ാം ക്ലാസ്സുകാരനായ കുട്ടിയെ വീട്ടിൽ തനിച്ചാക്കി ഇയാൾ കടന്നു കളഞ്ഞത്. സുധീഷിനെ കാണാനില്ലെന്ന് വ്യക്തമാക്കി ബന്ധുക്കൾ ആരും പോലീസിനെ സമീപിച്ചിട്ടില്ല. അതേസമയം കുട്ടിയെ പോലീസ് ബന്ധുക്കളെ ഏൽപ്പിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തൃപ്പൂണിത്തുറ അത്തച്ചമയം കാണാൻ സുധീഷ് ഗ്രൗണ്ടിലെത്തിയതായും വിവരമുണ്ട്. സുധീഷിന്റെ വാടക വീട്ടിലുണ്ടായിരുന്ന 26 നായ്ക്കളെ കൊച്ചി കണ്ടക്കടവിലെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്.